ഹോ, എത്ര കൂട്ടിയിട്ടും കുറച്ചിട്ടും ഈ കണക്കങ്ങോട്ട് ശരിയാകുന്നില്ല. സാധനത്തിനൊക്കെ ഇപ്പൊ എന്താ വിലയെന്നറിയോ? നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തൊക്കെ വിലയാ. അരിയുടെ വില കേൾക്കണം, അതാണ് വില. പൊന്നരിയുടെ വില എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, പൊന്നും വിലയാ. ആദ്യം 36 രൂപ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 36 കഴിഞ്ഞു, പിന്നെ 45ആയി, പിന്നെ 50 വിലയായി, ഇപ്പൊ 60ആയി എന്നങ്ങോട്ട് കേൾക്കണോ. ശരിയാണെന്ന് അറിയത്തില്ല, എന്നാലും 60ആയി കാണും. കാരണം വില അതുപോലെ അങ്ങോട്ട് കൂടുക, കുറവായിരിക്കും. ഡബിൾ മട്ടയ്ക്ക് ഇതിനെല്ലാം കൊണ്ട് പടിപടിയായിട്ട് അങ്ങോട്ട് വില കൂടിക്കൊണ്ടിരിക്കുക. അതൊക്കെ 36 38ഒക്കെ ഉണ്ടായിരുന്നൊക്കെ ഇതിപ്പം 50 50 മേളില് അതിലൊക്കെ അങ്ങോട്ട് പോയെന്നാ പറയുന്നത്. കാരണം ഇനിയിപ്പം എന്താ സ്ഥിതി നടത്തില്ല. ഓണക്കാലം ഇങ്ങോട്ട് വരുമല്ലേ. ഇപ്പൊ ഓണാകുമ്പോഴത്തേനും ഈ അരിവലിയൊക്കെ എവിടെ പോയി നിൽക്കുമെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. പച്ചക്കറിയുടെയും പലവ്യഞ്ജനത്തിന്റെയും വിലയുടെ കാര്യം പറയാൻ വില കേട്ടോ, അത്രയ്ക്ക് അങ്ങോട്ട് രൂക്ഷ. പണ്ട് LDF സർക്കാർ ഇവിടെ ഭരിച്ചിരുന്ന കാലത്തെ എന്തിനെങ്കിലും ഒരു സാധനത്തിന് ചെറിയ വില അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ ഉറഞ്ഞു തുള്ളുന്ന കുറെ വെളിച്ചപ്പാടുകളുണ്ടായിരുന്നേ. ഇപ്പൊ പക്ഷെ അവരെ ആരും കാണുന്നില്ല. അവരൊക്കെ എന്തോ മൗനവ്രതത്തിലാണെന്നൊക്കെ പറയുന്നത് കേട്ടത്. എന്തായാലും സംഗതി ഈ ഓണക്കാലം ആകുമ്പം ഈ വില എവിടെ പോയി നിൽക്കുന്ന ഒരു പിടിയില്ല കേട്ടോ. ഈ അരിയുടെ വിലയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. വിലക്കയറ്റം പിടിച്ചു നിർത്താനേ നമ്മുടെ സർക്കാരോ നമ്മുടെ സിവിൽ സപ്ലൈസോ ഒന്നും ചെയ്യുന്നില്ലെന്നാ ഇപ്പൊ പൊതുവെ കേട്ട. വേറെ ആരെയും ആലോചിച്ചതായിട്ട് പോലും ഒരു വാർത്തയെങ്ങും നമ്മൾ കണ്ടിട്ടില്ല. ഇനിയിപ്പൊ എന്താവൂ. ഓണം വരുമ്പം മാവേലിയൊക്കെ വരുന്നതല്ലേ, ഒരു സദ്യയൊക്കെ ഉണ്ട് കുശാലായിട്ട് ഇരിക്കാന്ന് വെച്ചാൽ തോണെ കോറിന് കുമ്പളി കഞ്ഞി എന്ന് പറഞ്ഞ പോലെ വല്ലോ ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിച്ച് കിടക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ശങ്കേ.